വന്നതിന് ശേഷം നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് വളരെ ഭംഗിയായിട്ട് മാലിന്യ സംസ്കരണം നടത്തി വരികയായിരുന്നു. ഈ സിസ്റ്റത്തിൽ പോരായ്മയുണ്ടോ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതിന് സെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റ് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വളരെ നന്നായിട്ട് നിലവിലുള്ള സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റുന്നത്രത്തോളം ആത്മാർത്ഥമായിട്ട് ജീവനക്കാരും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് തന്നെ നേതൃത്വം കൊടുത്ത് മാലിന്യ സംസ്കരണം നടത്തി വരികയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഭരണസമിതിക്കെതിരെ മറ്റൊരു കുറ്റവും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ചില മാഫിയകളെ, മാലിന്യ മാഫിയകളെ ചിലർ പിന്തുണ കൊടുക്കുന്നുണ്ട്. മാലിന്യ മാഫിയകളെ രംഗത്തിറക്കിയിട്ട് നമുക്കറിയാം, മുൻകാലങ്ങളിൽ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നു, വലിയ പണം വാങ്ങിക്കൊണ്ട് ആശുപത്രിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ചില സംഘങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ സജീവമായിരുന്നു. വളരെ ശക്തമായ ഇടപെടലോടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഇടപെടലോടെ ഈ മാഫിയകളെയൊക്കെ തന്നെ തൽക്കാലം നടത്തി നിർത്താൻ സാധിച്ചെങ്കിലും ഇവ വീണ്ടും ആയുധങ്ങളോടെ, മാരകായുധങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇന്നലെ കോർപ്പറേഷൻ ജീവനക്കാർ എല്ലാ ദിവസവും നിൽക്കുന്നത് പോലെ ഈ പ്രദേശങ്ങളിൽ സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആ സ്ക്വാഡ് നമ്മുടെ ആമയിഴിഞ്ഞാൻ തോട്ടിൽ ഒരിടത്ത് സെൻട്രൽ തിയേറ്ററിൻ്റെ മുൻപിൽ മാലിന്യം എറിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സിറ്റിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് SP ഫോർട്ട് ആശുപത്രിക്ക് എതിർവശമുള്ള ഗണേഷ് ടീ സ്റ്റാൾ അവിടെ നിന്ന് അനധികൃത സംഘങ്ങൾക്ക് മാലിന്യം കൊടുക്കുന്നതായിട്ട് കണ്ടെത്തി. കോർപ്പറേഷൻ്റെ സമ്മതത്തോടെ, കോർപ്പറേഷൻ്റെ ലൈസൻസോടെ മാലിന്യം കൊണ്ടുപോയി ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നിലവിലുള്ള ചില സംഘങ്ങളുണ്ട്, ചില സിസ്റ്റമുണ്ട്. അതിൽ പെടാത്ത അനധികൃത സംഘങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടെത്തി. അവരെ തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കോർപ്പറേഷൻ ജീവനക്കാരനായിട്ടുള്ള സുരേഷിനെ ഉൾപ്പെടെ വെളുപ്പിന് 4 മണിക്ക് ഓട്ടോറിക്ഷയിൽ ഇടിച്ചിടുവാനും കൊലപ്പെടുത്തുവാനുള്ള പരിശ്രമം നടത്തിയത്. സമാനമായിട്ട് 2025 സംഭവമുണ്ടായി. അതിൽ ഒരു ജീവനക്കാരൻ്റെ തലയ്ക്ക് വടിവാൾ ഉപയോഗിച്ച് വെട്ടിയിരുന്നു. അദ്ദേഹത്തിന് അന്ന് പരിക്കേറ്റിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ് ആണ് ആക്കുളം ഭാഗത്ത് ഒരു ലോറിയിൽ പൗൾട്രി ഫാമിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളാൻ പോയത് അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ തടയുകയും കടകംപള്ളി വാർഡ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ കണ്ടുപിടിക്കുകയും ഞങ്ങളൊക്കെ നേരിട്ടെത്തി ആ ലോറി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലോറി നിയമ നടപടികൾ വിധേയമാക്കി ഇപ്പോൾ കോർപ്പറേഷൻ പ്രിമിസസിലുണ്ട്. ഒരാഴ്ച മുമ്പ് ഒരു ഓട്ടോറിക്ഷയെ, മാലിന്യവുമായി വന്ന ഒരു ഓട്ടോറിക്ഷയെ 2 വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അതിനെ കസ്റ്റഡിയിലെടുത്തു. ഞങ്ങളുടെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോഴേക്കും ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് വടിവാളും അതുപോലെ തന്നെ കമ്പിപ്പാരയും ഒക്കെ ഉണ്ട്. അപ്പോൾ വടിവാളും കമ്പിപ്പാരയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ടുള്ള സംഘങ്ങളാണ് ഈ അനധികൃത മാഫിയകളായി പണമുണ്ടാക്കാൻ വേണ്ടി നഗരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ള തിരുവനന്തപുരത്തെ കീഴ്വഴക്കമായിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് വളരെ ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു പരിധിവരെയൊക്കെ തന്നെ ഇവർ പിൻവലിഞ്ഞിരുന്നു. ഇതിൽ ഞങ്ങൾ ഈ ഭരണസമിതി വന്നിട്ട് കസ്റ്റഡിയിലെടുത്ത ഒരു വാഹനവും വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നത് വീണ്ടും ഈ സംഘങ്ങൾ സജീവമാവുകയാണ്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ എത്തി മൊഴിയെടുത്തിട്ടുണ്ട്. ഇവർക്ക് സംശയമുള്ള ചില പ്രതികളെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മേയർ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, ഒരു പ്രതിയെയും വെറുതെ വിടാനോ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണസമിതിയുടെ തീരുമാനമനുസരിച്ച്, ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡ്യൂട്ടിയുള്ള എല്ലാ ജീവനക്കാർക്കും കോർപ്പറേഷൻ ഭരണസമിതി പൂർണ്ണ സംരക്ഷണം നൽകും. ഇതിപ്പോൾ അക്രമത്തിൽ പരിക്കേറ്റ സുരേഷിന് ഏതൊക്കെ തരത്തിലാണോ നിയമപരമായി സാമ്പത്തിക സഹായം ഉൾപ്പെടെ, ധനസഹായം ഉൾപ്പെടെ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ട് കൗൺസിലിൽ ആവശ്യമാണെങ്കിൽ ചർച്ച ചെയ്ത് കൗൺസിൽ പാസ്സാക്കി സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷൻ വാങ്ങണമെങ്കിൽ അതും വാങ്ങി ഞങ്ങളത് ചെയ്യും. കോർപ്പറേഷൻ സെക്രട്ടറിയോട് അതിൻ്റെ നിയമവശങ്ങൾ, നിയമ നടപടികൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജീവനക്കാരെ 100% സംരക്ഷിക്കുവാനുള്ള, എത്ര പണം ചിലവാക്കിയാലും സംരക്ഷിക്കുവാനുള്ള തീരുമാനവും കോർപ്പറേഷൻ കൗൺസിൽ എടുക്കുന്നുണ്ട്. അത് സെക്രട്ടറിയോട് അക്കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാലിന്യവും കൊണ്ടുപോയവരുടെ പേരുകളൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന വിവരം ഒരാളിനെന്തോ അറസ്റ്റ് ചെയ്യുന്നോ അയാളെ ട്രേസ് ചെയ്യുന്നു. അതെ. ഇത് വേറെ ഒരു ജോലിയും ചെയ്യാതെ അനധികൃതമായി മാലിന്യം ശേഖരിച്ച് ജീവിച്ചു പോരുന്ന ഒരു മാഫിയ സംഘം തിരുവനന്തപുരത്തുണ്ട്. അവർ പകലൊന്നും ഒരു ജോലിക്കും പോവില്ല. വെളുപ്പിന് ഒരു 2, 3, 4 മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ മാസം സമ്പാദിക്കുകയും പിന്നീടുള്ള സമയമൊക്കെ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഇറങ്ങുകയും ചെയ്യും. ഈ മാഫിയകളെ അമർച്ച ചെയ്യുക എന്നുള്ളത് കൂടി കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു സംശയവും വേണ്ട. ഇതിനൊരു തുടക്കമായി എടുത്തുകൊണ്ട് ആവശ്യമാണെങ്കിൽ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. ഒരു മാഫിയയും തിരുവനന്തപുരം പട്ടണത്തിൽ വിളയാടാൻ അനുവദിക്കില്ല. പോലീസിൻ്റെ അന്വേഷണം വരട്ടെ. പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണം
വരുന്ന ഘട്ടത്തിൽ അതുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ മറുപടി പറയാം. ഈ നഗരസഭയിലെ ഒരു സന്ധ്യ റാണി എന്ന ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്ത് കൗൺസിലറുടെ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നതാണ്. എന്താ ഇന്നത്തെ വാസ്തവം? എന്ത് ചെയ്തു? സന്ധ്യ റാണി എന്ന ക്ലർക്കിനെ കൗൺസിലറുടെ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു. ആ ഉത്തരവുണ്ടോ? സസ്പെൻഷൻ ഉത്തരവ് അല്ല, ഉത്തരവുണ്ടോ ഞാൻ മറുപടി പറയാം. എനിക്ക് ഞാൻ മറുപടി പറയാം. കാര്യം ചെയ്യേണ്ടത് സെക്രട്ടറിയോ മേയറോ ഒക്കെയാണ്. അറിയില്ല. ആ ഉത്തരവുണ്ടെങ്കിൽ അല്ല, ഉത്തരവുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ലെങ്കിൽ ഉത്തരവ് എടുത്തിട്ട് ഞാൻ ഓഫീസിൽ കാണാൻ അങ്ങോട്ട് വന്നാൽ ഞാൻ മറുപടി പറയാം. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.